സുഹൃത്തുക്കളെ, ഇത് മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ നിന്നും കോഴിക്കോട്ടേക്ക് എടരിക്കോട് വഴി പോകുന്ന റോഡാണ് ഇത്. ഈ റൂട്ടിലെ കാൽനട യാത്രക്കാർക്ക് യാത്ര ചെയ്യാനുള്ള പാസേജുകളിൽ 2 തരത്തിലുള്ള അപകടമുണ്ടാകുന്ന രീതിയിലാണ് ഇവിടെ റോഡ് സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത്. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ കാണുക. നമുക്ക് ഒരു അപകടം ഉണ്ടാകുമ്പോഴേ ഇതിനെപ്പറ്റി എല്ലാവരും ചിന്തിക്കൂ എന്നുകൂടി മനസ്സിലാക്കുക. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന 2 തെറ്റുകൾ, അതിൽ ഒന്ന് എടരിക്കോട്ടിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന റോട്ടിൽ പാലച്ചിറമാട് കഴിഞ്ഞ് കോഴിച്ചന എന്ന് പറയുന്ന സ്ഥലത്താണ്. മറ്റൊന്ന് എടരിക്കോട്ടിൽ നിന്നും കോട്ടയ്ക്കലേക്ക് പോകുന്ന റോഡിലാണ്. ഇത്രയും മോശമായ സംവിധാനങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ മെയിൻ റൂട്ട് നിങ്ങൾ കണ്ടല്ലോ. ഒരു കുറ്റവും പറയാൻ പറ്റാത്ത രീതിയിൽ, ആധുനിക രീതിയിൽ, വളരെ നല്ല രീതിയിൽ സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്. അഭിനന്ദനങ്ങൾ. ഈ മെയിൻ റൂട്ടിൻ്റെ മുകളിലായിട്ട് കാണുന്നത് 1 വേ റോഡാണ്. ആ 1 വേ റോഡിൻ്റെ സൈഡിലായിട്ട് ജനങ്ങൾക്ക് നടക്കാനുള്ള നടപ്പാതയുണ്ട്. നടപ്പാതയുടെ വീതി 1 മീറ്ററാണ്. ആ നടപ്പാതയുടെ നടുവിലായിട്ട് 4 ഇഞ്ചോളം വിസ്താരമുള്ള പൈപ്പ് ഹോള് വെച്ചിരിക്കുന്നു. നടപ്പാതയിലൂടെ ഒഴുകുന്ന വെള്ളം താഴോട്ട് പോകാൻ വേണ്ടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം അപകടം പിടിച്ച രീതിയിലാണ് ആ പൈപ്പ് ഹോള് വെച്ചിരിക്കുന്നത് എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചെറിയ കുട്ടികൾ കൂട്ടം കൂടിയോ അല്ലാതെയാണെങ്കിലും ആ പാസേജിലൂടെ നടക്കുമ്പോൾ ഒന്ന് ചെറുതായി ശ്രദ്ധ മാറിയാൽ കാല് ആ പൈപ്പിൻ്റെ ഹോൾസിൻ്റെ ഉള്ളിലേക്ക് പോകും. കാല് ഒടിയാൻ വരെ സാധ്യതയുണ്ട്. ശരിയല്ലേ? ആ പാസേജിലുള്ള വെള്ളം പോകാൻ അങ്ങനെ ഒരു ഹോൾസിൻ്റെ ആവശ്യമേ അവിടെ ഇല്ല. എന്നാൽ അഥവാ വെച്ചെങ്കിൽ അതിനൊരു നെറ്റെങ്കിലും വെക്കണ്ടേ? അതുപോലും ചെയ്തിട്ടില്ല. ഇതിനെക്കുറിച്ച് ഞാൻ അവിടെ ഒരാളോട് ചർച്ച ചെയ്തപ്പോഴാണ് അറിയുന്നത്, അവിടെ ആ ഹോൾസിലൂടെ ഒരു പ്രായമായ ഒരാളുടെ കണ്ണട അതിൻ്റെ ഉള്ളിലേക്ക് താഴോട്ട് പോയി എന്ന്. കണ്ണിന് തീരെ കാഴ്ചയില്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ, ഒറ്റക്കാണെങ്കിൽ പിന്നെ ആ മനുഷ്യൻ എന്ത് ചെയ്യും? ഇനി മറ്റൊന്ന്, ആ പാസേജിലൂടെ നടന്നു പോകുന്ന ഒരു ചെറിയ കുട്ടിയുടെ കയ്യിൽ നിന്നും പണമോ അതുപോലെ മിഠായിയോ പേനയോ ഒന്ന് താഴെ വീണാൽ അത് ആ ഹോൾസിലാണ് വീഴുന്നതെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവില്ലേ? പിന്നെ വേറൊരു കാര്യം, ഒരു സ്ത്രീയുടെ ഒരു കമ്മലോ മാലയോ അവരെ ഒന്ന് ശരിയാക്കുന്ന സമയത്ത് ഒന്ന് കൈവിട്ട് പോയാൽ അത് താഴോട്ട് പോവില്ലേ? ഇത്രയും അധംപതിച്ച രീതിയിലാണോ റോഡ് സംവിധാനം ചെയ്യേണ്ടത്? ഇനി പറയാനുള്ളത് എടരിക്കോട് ടൗണിലുള്ള കാര്യമാണ്. ഇത് കണ്ടോ, ഇത് ജനങ്ങൾക്ക് നടക്കാനുള്ള പാസേജാണ്. ജനങ്ങൾക്ക് നടക്കാനുള്ള പാസേജ് എന്ന് പറഞ്ഞാൽ ഒരു തടസ്സവുമില്ലാതെ ഒരേ ലെവലിലായിരിക്കണം. എന്നാൽ ഇവിടെ പല സ്ഥലങ്ങളിലും കടകളിലേക്ക് വണ്ടി കയറാൻ വേണ്ടി കട്ടിങ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അത് ഒരു കാരണവശാലും ശരിയല്ല. ജനങ്ങൾക്ക് നടക്കാനുള്ള പാസേജ് എത്ര ഉയരത്തിലാണെങ്കിലും അതിൻ്റെ സൈഡിലെ കടകളിലേക്ക് പോകാൻ ആ കടക്കാർ സംവിധാനം ചെയ്തിരിക്കണം. അതിന് റോഡിൻ്റെ നിർമ്മാതാക്കൾ ചെയ്തു കൊടുത്താലും കുഴപ്പമില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഈ പാസേജിലൂടെ നടക്കുമ്പോൾ ഇറങ്ങി വേണം നടക്കാൻ. ഒരു പ്രായമുള്ള ഒരാൾ ഒന്ന് ഫോൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് ബസ്സിലേക്ക് നോക്കിയിട്ടോ ആണ് നടക്കുന്നതെങ്കിൽ ഈ കട്ടിങ്ങിൽ ചാടി കാല് തെന്നി നടുവൊടിയാൻ സാധ്യത കൂടുതലാണ്. മറ്റൊന്നു കൂടി നോക്കൂ, ഒരു കടകൾ പോലും ഇല്ലാത്ത സ്ഥലത്ത് പോലും ഇതേപോലെ കട്ടിങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതൊക്കെ എന്തിനു വേണ്ടിയാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്? അപ്പോൾ ഈ നടപ്പാത എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ല, കടക്കാർക്ക് വേണ്ടി, അവരുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ചെയ്തൊരുക്കി വെച്ചിരിക്കുന്നത്. ഇതൊന്നും അധികാരികൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ ഈ റോഡിൻ്റെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണോ? അതൊക്കെ എങ്ങനെ മനസ്സിലാവാനാ? അവരെല്ലാം ആഡംബര കാറുകളിലല്ലേ യാത്ര ചെയ്യുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ കഷ്ടപ്പാട് അവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് ചങ്ങാതിമാരെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഷെയർ ചെയ്യുക. അധികാരപ്പെട്ടവർ ഇതൊന്ന് കാണട്ടെ. ഞാനീ പറഞ്ഞത് എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും, കുട്ടികളും പ്രായമായവരും എല്ലാവരും നടക്കേണ്ട സ്ഥലങ്ങളാണ്. അവിടെ ഒരു അപകടം പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത് അധികാരപ്പെട്ടവരിലേക്ക് എത്തിക്കുക. ഇതിനൊരു മാറ്റം വരുത്തട്ടെ അവർ.